കണ്ണനല്ലൂർ ജംഗ്ഷനിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട സാമൂഹ്യ പ്രവർത്തകർ. കണ്ണനല്ലൂർ പ്രദേശത്ത് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഭിക്ഷാടന സംഘങ്ങളുടെ അനിയന്ത്രിത സാന്നിധ്യം ഗുരുതര സാമൂഹിക സുരക്ഷാ പ്രശ്നമായി മാറിയതായി ആരോപണം. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന സംഘം എത്തി പട്ടണത്തിലെ കടത്തിണ്ണകളും പൊതുസ്ഥലങ്ങളും രാത്രി താവളമാക്കുന്നതും സന്ധ്യയ്ക്ക് ശേഷം മദ്യപിച്ചു വാക്കേറ്റവും ശാരീരിക സംഘർഷവും സൃഷ്ടിക്കുന്നതും പതിവായിക്കൊണ്ടിരിക്കുകയാണെന്ന് പ്രദേശവാസികളും വ്യാപാരികളും പറയുന്നു. ഇന്നലെ രാത്രി മദ്യലഹരിയിലുണ്ടായ തർക്കം ഗുരുതരമായി മാറി സംഘത്തിലെ ഒരാൾക്ക് കഴുത്തിൽ മുറിവേറ്റു. രക്തസ്രാവമുണ്ടായതോടെ നാട്ടുകാർ പോലീസിനെ വിവരമറിയിക്കുകയും 108 ആംബുലൻസ് സ്ഥലത്തെത്തി പരിക്കേറ്റയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. പോലീസ് ഇടപെട്ട സ്ഥിതി നിയന്ത്രണത്തിലാക്കി. സംഘത്തിൽ കൈക്കുഞ്ഞുമായി സ്ത്രീകൾ ഉൾപ്പെട്ടിരുന്നതും ആരോഗ്യ ദൃഢഗാത്രരായ ചെറുപ്പക്കാർ സംഘത്തിൽ സജീവമാണെന്നതും ആശങ്ക വർദ്ധിപ്പിക്കുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. രാത്രി സമയങ്ങളിൽ സ്ത്രീകളും കുട്ടികളും പുറത്തിറങ്ങാൻ ഭയപ്പെടുന്ന സാഹചര്യമാണെന്നും വ്യാപാരികൾ കടത്തിണ്ണകളിലെ അനധികൃത താമസത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്നും ആരോപണമുയരുന്നു. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത് സമൂഹത്തിന്റെ സമാധാനത്തിനും പൊതുസുരക്ഷയ്ക്കും ഭീഷണിയാണെന്ന് സാമൂഹ്യ പ്രവർത്തകരായ SM അല്ലമീൻ കണ്ണനല്ലൂർ, നവാസ് മുസലിയാർ കണ്ണനല്ലൂർ, സുൽഫിക്കർ കുളപ്പാടം, ഷാഫി കണ്ണനല്ലൂർ എന്നിവർ പ്രസ്താവനയിലൂടെ ആരോപിക്കുന്നു. ഭിക്ഷാടന സംഘങ്ങളുടെ പ്രവർത്തനം അന്വേഷിച്ച് സംഘടിത ശൃംഖലകളെ കണ്ടെത്തി നിയമ നടപടി സ്വീകരിക്കണമെന്നും പോലീസ് രാത്രികാല പെട്രോളിംഗ് ശക്തമാക്കണമെന്നും ബന്ധപ്പെട്ട വകുപ്പുകൾ അടിയന്തരമായി ഇടപെടണമെന്നും അവർ ആവശ്യപ്പെട്ടു.